ഇതാണോ കഴിക്കുന്നേ? ഇതും കഴിച്ചോണ്ടാണ് സ്കൂളിൽ പോകുന്നത്. വേറെ കറിയൊന്നും ഇല്ലേ മോളെ? ഇല്ല, കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് പോലും അറിയാൻ വയ്യ. ഇതാ ഞങ്ങളുടെ ബാത്റൂമിന്റെ കഥവ്. ഇതിലൂടെ ഞങ്ങൾ അകത്ത് കയറും. ഞാൻ അകത്ത് കയറുമ്പോൾ അനിയനെ ഇവിടെ വന്ന് കാവൽ നിൽക്കുന്നത്. കാരണമെന്ന് വെച്ചാൽ ഇവിടെ ബാത്റൂമിനകത്ത് കഥവൊന്നും ഇല്ലാത്തതുകൊണ്ട് അനിയൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. നാട്ടുകാർ കണ്ടാൽ വേറെ പലതൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. ഇരുട്ടത്തൊക്കെ വന്ന് നിൽക്കുന്നത് അനിയനെ ഇവിടെ നിൽക്കുന്നത്. കാരണം ഇത് കഥവൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പേടിക്കാതിരിക്കാനാണ് അവരിവിടെ ഒന്ന് കൂട്ടിയിരിക്കുന്നത്. ഇതാണോ നിങ്ങളുടെ വീട്? ഇത് വീട് തന്നെയാണോ എന്ന് ഇത് വീട് തന്നെ അല്ല, പട്ടിക്കൂടാണ്. നമസ്കാരം. നിൽക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ കുണ്ട്ര എന്ന് പറയുന്ന പ്രദേശത്താണ്. വളരെ സങ്കടകരമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രദേശത്ത് നിൽക്കുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്നത് സവിതയും സഞ്ജീവുമാണ്. ഈ കുട്ടികളുടെ അവസ്ഥയാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാ ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ. ഇതാ ഞങ്ങളുടെ വീട്. ഇതാ നിങ്ങളുടെ വീടല്ലയോ? ആണോന്നാ ഞങ്ങളുടെ, കാരണം ഇതൊരു പട്ടിക്കൂടാണ്. ഞങ്ങൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് കറിയൊന്നും ഇങ്ങനെ കാണത്തില്ല. ഞങ്ങൾ പിന്നെ സ്കൂൾ വിട്ട് വന്നിട്ടാണ് ഇരുമ്പിക്കപ്പുളി ഇവിടെ നിന്നും പറിച്ചുകൊണ്ട് വന്നിട്ട് അമ്മ അച്ചാറിട്ട് തരുന്നത്. അതും കൂട്ടിയായിരിക്കും ഞങ്ങൾ രാത്രിയും ചോറ് കഴിക്കുന്നത്. രാവിലെ സ്കൂളിൽ പോകുമ്പോഴും എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നത്. ഇരുമ്പിക്കപ്പുളി ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്ന് അമ്മയ്ക്ക് കൊടുത്തതാണ്. കറി ഇതേ ഉള്ളൂ, വേറൊന്നും കറിയില്ലയോ? തേങ്ങ ഞങ്ങളിപ്പോൾ കൊണ്ടുവന്ന് ഇനി അത് പൊട്ടിച്ച് ചമ്മന്തി അരയ്ക്കണം. രാത്രി ഇനി ചമ്മന്തി അരയ്ക്കുമല്ലേ? ചെക്ക് ചെയ്തൊക്കെ കഴിച്ചിട്ട് ഇതിന്റെ ടേസ്റ്റ് പോലും അറിയാൻ. പിള്ളേരെ കളിയാക്കാറുണ്ടോ ഇരുമ്പിക്കപ്പുളി എപ്പോഴും കൊണ്ടുവരുമ്പോൾ? കളിയാക്കാറുണ്ട്. എന്ത് പറയും? ഇരുമ്പിക്കച്ചാർ മാത്രം നിന്നെ കൊള്ളത്തില്ല, നിനക്ക് നിന്റെ വീട്ടിലാകുമ്പോ മീനും ഇറച്ചിയൊന്നും മേടിക്കത്തില്ല. ഇപ്പൊ മോളെന്ത് പറയും? ഞാൻ പറയാം ഞങ്ങളുടെ വീട്ടിൽ ഇതേ ഉള്ളു ഞാൻ പറഞ്ഞു. ഒരു കഥ പോലും ഇല്ല ഈ മുറിക്ക്. എനിക്ക് ഉറക്കമില്ല. എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത്. എൻ്റെ മോള് പ്രായപൂർത്തിയായി, 14 വയസ്സായി. ഉറക്കമില്ലാതെ ഇങ്ങനെ ഞാനും എൻ്റെ ഭർത്താവും ഇങ്ങനെ ഇരിക്കും. എന്തോ സംഭവിക്കുന്നു. ആശുപത്രി ഞങ്ങൾ പോയാൽ ഞങ്ങൾക്കൊരു സമാധാനവും ഇല്ല. എൻ്റെ വീട്ടിലെവിടെ എൻ്റെ മോൾ എന്തോ എടുക്കുന്നു ആ ഒരു ചിന്തയിലാണ്. ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളായിരുന്നു ഓപ്പറേഷൻ സമയത്ത്. അന്നേരവും എനിക്ക് വെപ്രാളോ എൻ്റെ മോള് ഇവിടെ ആണല്ലോ എന്നൊരു വിഷമമായിരുന്നു എനിക്ക്. ആഹാരം ഇതേപോലെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരുന്നത് മീനൊക്കെ വാങ്ങിച്ചിട്ട് വർഷങ്ങളായി. എൻ്റെ ഭർത്താവ് ഈ അവസ്ഥ വന്നിട്ട് വലുതായിട്ട് ഞങ്ങൾ ആഹാരമൊന്നും കഴിപ്പില്ല. ഇപ്പം ആഹാരത്തിൻ്റെ എന്തോന്ന് പോലും ഇപ്പം ഞങ്ങൾക്ക് അറിയത്തില്ല. വീടിൻ്റെയും ഭക്ഷണത്തിൻ്റെയും അവസ്ഥ മാത്രമല്ല ചേട്ടാ, എൻ്റെ അച്ഛൻ്റെ അവസ്ഥയും കൂടി ഞാൻ കാണിച്ചു തരാം. അച്ഛാ, 42 അടി മേടിയിൽ നിന്ന് മരം മുറിച്ചപ്പോൾ വീണതാണ്. അങ്ങനെ വീണ വഴിക്ക് മൂത്രസഞ്ചിയിൽ നരമ്പ് പൊട്ടിപ്പോയതാണ്. അച്ഛൻ കരഞ്ഞു. ചേട്ടന്മാർ ഇതുകൊണ്ട് ഷീറ്റെല്ലാം പൊളിഞ്ഞ് കിടക്കുക. അന്നേരം മഴ പെയ്താൽ വെള്ളമൊക്കെ കൂടെ അച്ഛൻ്റെ പുറത്ത് വീഴും. അന്നേരം അച്ഛൻ്റെ മുഖത്താണ് വന്ന് വെള്ളം വീഴുന്നത്. അതുകൊണ്ട് എൻ്റെ അനിയനും എൻ്റെ അമ്മയൊക്കെയാണ് അച്ഛനെ പിടിച്ച് തറയിൽ ഇവിടെ കിടത്തുന്നത്. ഈ മെത്ത പിടിച്ച് തറയിട്ടിട്ടാണ് അതിനകത്ത് കിടത്താനായിട്ട്. ഇപ്പോൾ രാത്രി മഴ പെയ്യുവാണെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ ഇതൊക്കെയാണ്. സ്കൂളിൽ കൊണ്ടുപോകുന്നത് ഈ കയറി പറഞ്ഞ ബാഗ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. 2-3 ദിവസം സ്കൂളിൽ പോകാതിരിക്കും. ഞങ്ങൾ പിന്നെ വഴക്കുറഞ്ഞ് വീണ്ടും പറഞ്ഞു വിടും. അന്നേരം എനിക്ക് നാണക്കേടാ സ്കൂളിൽ പോകാമെന്നും പറഞ്ഞാൽ പിന്നെയും വഴക്ക് പറയുമ്പോൾ കരഞ്ഞുകൊണ്ടൊക്കെ ഇവിടുന്ന് സ്കൂളിൽ പോകുന്നത്. സ്കൂളിൽ വരുന്നതെന്നൊക്കെ ചോദിക്കും. അങ്ങനെ സങ്കടം തോന്നുന്നു. അവരോട് എന്ത് പറയുമ്പോൾ മറുപടി ഒന്നും പറയത്തില്ലയോ? ഇല്ല, ഞാൻ ഇവിടെ കരഞ്ഞോണ്ടിരിക്കട്ടെ. കരഞ്ഞോണ്ട് സ്കൂളിൽ ഇരിക്കുവോ? വിഷമിച്ച് അവിടെ ഇരിക്കും. മോളോടൊന്ന് സങ്കടം പറയാറുണ്ടോ? പറയാറുണ്ട്. എന്ത് പറയുന്നേ? ഇതെല്ലാം എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കി എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയാറുണ്ട്. പിന്നെ ഞാൻ അവനെ വന്ന് സ്കൂൾ വിട്ട് വരുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അന്നേരം ഇവൻ പിന്നെ അത് കേട്ടുകൊണ്ട് നമ്മുടെ അടുത്തൊന്ന് ഇത് പറയാം, എനിക്കും പുതിയൊരു ബാഗ് വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അവസ്ഥ പറയുമ്പോൾ പിന്നെ ഇവനും അങ്ങനെ വലുതായിട്ട് എന്നോട് ചോദിക്കത്തില്ല. എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരുടെയൊക്കെ ബാത്റൂം അകത്തൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ അവിടെയൊക്കെ ചെല്ലുമ്പോൾ എനിക്കും കൊതിയാണ് എൻ്റെ വീട്ടിലും ഇതേപോലെ ഒരു ബാത്റൂമൊക്കെ വേണമെന്ന്. പക്ഷേ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ബാത്റൂം കാണുമ്പോൾ എനിക്ക് എന്നെ നാണക്കേട് പോലെ. ഞാൻ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെ ആരെയും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരത്തില്ല. പിന്നെ എൻ്റെ അനിയൻ എത്രയും കാലം വരെ എൻ്റെ കൂടെ കൂട്ടിന് ഇവിടെ ഇരിക്കുന്നത്. നാട്ടുകാർ കണ്ടാൽ വേറെ പലതൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഞങ്ങളുടെ കഷ്ടപ്പാട് എന്ന് തീരും എങ്ങനെ തീരുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല.